ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരത്തിലെ പേപ്പട്ടി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ആരംഭിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള മൃഗസ്നേഹ സംഘടനയുടെ നീക്കം അപലപനീയമെന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴ നഗരത്തിലെ പേപ്പട്ടി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ആരംഭിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള മൃഗസ്നേഹി സംഘടനയുടെ നീക്കം അപലപനീയമാണെന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. കഴിഞ്ഞ 9-ന് വളർത്തുനായയുടെ ആക്രമണത്തിൽ 9 പേർക്കും പശു, ആട്, നായ തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിരുന്നു. സംഭവ ദിവസം തന്നെ അക്രമകാരിയായ നായയെ പിടികൂടി നിരീക്ഷണത്തിനായി പാർപ്പിച്ചു വരവെ 4 ദിവസത്തിനു ശേഷം ചാകുകയും തുടർന്ന് തൃശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭ ഊർജിത പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചത്. പേപ്പട്ടി ആക്രമണം നടന്ന പ്രദേശങ്ങളിലെ തെരുവുനായ്ക്കളെ പിടികൂടി പ്രതിരോധ കുത്തിവയ്പ് നൽകിയ ശേഷം 15 ദിവസത്തെ നിരീക്ഷണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ ഷട്ടറിൽ സൂക്ഷിച്ചു വരികയാണ്. ഇതോടൊപ്പം നഗരത്തിലെ മുഴുവൻ തെരുവുനായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടത്തിവരുന്നു. അനിമൽ വെൽഫെയർ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഈ രംഗത്തെ വിദഗ്ധരാണ് നായകളെ പിടികൂടി കുത്തിവയ്പ് നൽകി വരുന്നത്. നിരീക്ഷണത്തിനായി പാർപ്പിച്ചിരിക്കുന്ന തെരുവുനായകൾക്ക് കൃത്യമായി വെള്ളവും ഭക്ഷണവും മറ്റും നൽകി വരുന്നുണ്ട്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും നഗരസഭ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ മൃഗസ്നേഹി സംഘടനകളുടെ മറവിൽ ചിലർ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ കൃഷ്ണദാസിനെ സമൂഹമാധ്യമങ്ങൾ വഴിയും ഫോൺ മുഖാന്തരവും ചിലർ ഭീഷണിപ്പെടുത്തി വരുന്നു. ഇന്നലെ മുതൽ വ്യാപകമായി മൃഗസംഘടനകളുടെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നഗരസഭയ്ക്കെതിരെയും നഗരസഭയുടെ നിർദ്ദേശാനുസരണം നായ്ക്കളെ പിടിച്ച വ്യക്തികൾക്കെതിരെയും അതിന് നേതൃത്വം നൽകിയ മൂവാറ്റുപുഴ സീനിയർ വെറ്റിനറി ക്ലിനിക്കിലെ ഡോക്ടർ കൃഷ്ണദാസിനെതിരെയുമൊക്കെ വ്യാപകമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും വ്യാപകമായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ടെലിഫോണിൽ വിളിച്ചുള്ള അധിക്ഷേപങ്ങളും ഭീഷണിപ്പെടുത്തലുമെല്ലാം ഉണ്ടായതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏതായാലും ചില ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മുന്നിട്ടിറങ്ങിയിട്ടുള്ള മനുഷ്യരെ ദ്രോഹിക്കുന്ന മൃഗസ്നേഹികളോട് നഗരസഭയ്ക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ നഗരസഭയുടെ ഏറ്റവും വലിയ താല്പര്യം പൊതുജന താല്പര്യമാണ്. പൊതുജന താല്പര്യത്തെ മുൻനിർത്തി ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്തിനും ഊന്നൽ നൽകി മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുമ്പോൾ അതുമായി സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരെ വേട്ടയാടാൻ നഗരസഭ അനുവദിക്കില്ല എന്ന് അത്തരത്തിലുള്ള ആളുകളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഡോക്ടർ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന അധിക്ഷേപിക്കുന്ന വ്യക്തികൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കും എന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് കേന്ദ്ര ആനിമൽ വെൽഫെയർ ബോർഡ് അംഗം കേരളത്തിന് ചുമതലയുള്ള സബന ഫ്രാൻസിസുമായി ബന്ധപ്പെട്ടു. അവർ മൂവാറ്റുപുഴയിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നഗരസഭയുടെ പ്രവൃത്തി ശ്ലാഘനീയമാണ് എന്നുള്ള വാർത്തയാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവരോട് പരാതി രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകളും ആനിമൽ വെൽഫെയർ ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. അനിമൽ വെൽഫെയർ ബോർഡിനും മറ്റു ഉത്തരവാദ കേന്ദ്രങ്ങളിലും വ്യാജ പരാതി നൽകി പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തിവരുന്നത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഈ പ്രവർത്തനം നിർത്തിവെപ്പിക്കുക എന്നതാണ് ഇക്കൂട്ടർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര അനിമൽ വെൽഫെയർ ബോർഡ് അംഗം സജന ഫ്രാൻസിസ് നിലവിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് കൃത്യമായ നിരീക്ഷണത്തിന് ശേഷം മാത്രം ഷട്ടറിൽ അടച്ചിട്ടുള്ള തെരുവുനായ്ക്കളെ വിട്ടയച്ചാൽ മതിയെന്ന നിർദ്ദേശവും നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ഭീതി അകറ്റുകയും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് മുഖ്യം. മൃഗങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ മൃഗസ്നേഹി സംഘടനകൾക്ക് അധികാരമില്ലെന്നും അവർ വ്യക്തമാക്കി. വെറ്റിനറി സർജനും പ്രതിരോധ പ്രവർത്തകർക്കും നേരെ നടത്തുന്ന ഭീഷണി അംഗീകരിക്കാനാവില്ലെന്നും സജന വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും വെറ്റിനറി സർജൻ അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാനും വ്യക്തമാക്കി. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കുരുതി കൊടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇവർ പിന്മാറണമെന്നും നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ചെയർമാൻ പറഞ്ഞു. GGC HOK Private Limited, Nasrit Martoma Church Campus, MC Road, Mannur, Keezilam.